തെളിവില്ലാത്ത കോഴ ആരോപണങ്ങളിലൂടെ കടന്നുപോവുകയാണ് സംസ്ഥാന ബി.ജെ.പി. ഈ ആരോപണങ്ങളെപ്പറ്റി കെ സുരേന്ദ്രൻ പ്രതികരിക്കുന്നു. ബി.ജെ.പിയുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എപ്പോഴും മുന്നിൽ നിന്ന് സംസാരിക്കാറുള്ള ഒരാളാണ് സുരേന്ദ്രൻ. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിശബ്ദനായിരിക്കുന്നത്? അല്ല, ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും ഞങ്ങൾ പരിശോധിക്കും. ഒരു കാര്യവും ഞങ്ങൾ മൂടിവെക്കാൻ ആഗ്രഹിക്കുന്നില്ല. അഴിമതിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അകത്തും പുറത്തും ഒരേ നിലപാട് തന്നെയാണ്. അഴിമതിക്കാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. പിന്നെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ പ്രധാനപ്പെട്ട ബി.ജെ.പി. നേതാക്കളാരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് പാർട്ടിക്കുള്ളത്. ഈ പാർട്ടിക്ക് എം.ടി. രമേശ് അടക്കമുള്ളവരുടെ പേരുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാമർശ വിധേയമാകുന്നത്. എം.ടി. രമേശ് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തെ സംശയിക്കാനുള്ള ഒരു ന്യായവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തീർച്ചയായിട്ടും അത് പറയുമ്പോൾ തന്നെ സുരേന്ദ്രൻ്റെതായി പുറത്തു വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ 2 ദിവസം 5 തിങ്കളാഴ്ച തന്നെ ഇത്തരത്തിൽ ഈ മെഡിക്കൽ കോളേജ് കോഴയുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ചില വിമർശനങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറയുന്നു, നിങ്ങളുടെ സഖ്യകക്ഷി തന്നെ പറയുന്നു, ബി.ജെ.പിക്കുള്ളിൽ കോഴ കിട്ടിയവരും കിട്ടാത്തവരും തമ്മിലുള്ള 2 വിഭാഗമാണുള്ളത്, ഇവർ തമ്മിലുള്ള തർക്കമാണ് മോദിയുടെ ഇമേജിനെ പോലും തകർക്കുന്നത് എന്നാണ്. അല്ല, നിങ്ങൾ നോക്കൂ, മറ്റൊരു പാർട്ടിയിലും കാണാത്തൊരു കാര്യമാണിത്. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റിന് മുമ്പിൽ ഒരു പരാതി വന്നു. അദ്ദേഹം സത്യം തെളിയണമെന്നുള്ളത് കൊണ്ടാണ് ഒരു എൻക്വയറി കമ്മീഷനെ വെച്ചത്. മറ്റേതെങ്കിലും പാർട്ടി അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ഞങ്ങളെ ഇതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളുടെ ഫീസ് വർധനവിനെക്കുറിച്ചാണ്, അവരുടെ കൊള്ളയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്.